വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ദുബായ് മാളാണ്. ദുബായിലെ ഏറ്റവും വലിയ മാൾ, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മാൾ ദുബായ് മാൾ. ദുബായ് മാൾ പാർക്കിംഗ് വളരെ വിശാലമാണ്. മാളിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പാർക്കിംഗ് സോണുകൾ തരംതിരിച്ചിരിക്കുന്നു. ഫാഷൻ പാർക്കിംഗ്, ഗ്രാൻഡ് പാർക്കിംഗ്, സിനിമ പാർക്കിംഗ്, സബീൽ പാർക്കിംഗ്, വില്ലേജ് പാർക്കിംഗ് എന്നിങ്ങനെ. കാർ പാർക്ക് ചെയ്ത ശേഷം പാർക്കിംഗ് എൻട്രൻസ് വഴി മാളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. അവിടെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എസ്കലേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാളിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ദുബായ് മാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നാണ്. ഓരോ വർഷവും 54 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്നു. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ 50 മടങ്ങ് വലിപ്പമുള്ള 12 ദശലക്ഷം ചതുരശ്ര അടിയിൽ വിസ്തീർണമുണ്ട് ദുബായ് മാളിന്. സമാനതകളില്ലാത്ത ഷോപ്പിംഗ്, ഡൈനിങ്, വിനോദ അനുഭവം എന്നിവ ദുബായ് മാൾ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഷോപ്പിങ്ങിനായി എല്ലാത്തരം ലക്ഷറി ബ്രാൻഡുകളും മിഡ് റേഞ്ച് ആൻഡ് ഹൈ സ്ട്രീറ്റ് റീറ്റെയിലർമാരും ഉൾപ്പെടെ 1200-ലധികം സ്റ്റോറുകൾ ഉണ്ട് ദുബായ് മാളിനുള്ളിൽ. നിങ്ങളുടെ സന്ദർശനം മുൻകൂട്ടി ആസൂത്രണം ചെയ്യാവുന്നതാണ്. കാരണം മാൾ വളരെ വലുതാണ്. ശാന്തമായ അനുഭവത്തിനായി പ്രവൃത്തി ദിവസങ്ങളിലോ പ്രഭാതങ്ങളുടെ ഉച്ചതിരിഞ്ഞോ സന്ദർശിക്കുക. ട്രാഫിക് ബുദ്ധിമുട്ടുകളില്ലാതെ എളുപ്പത്തിൽ മാളിൽ എത്തുന്നതിന് ദുബായ് മെട്രോ യൂസ് ചെയ്യാവുന്നതാണ്. മെട്രോ സ്റ്റേഷൻ മാളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ദുബായ് മാൾ മെട്രോ സ്റ്റേഷൻ ഉണ്ടവിടെ. അതുവഴി മാളിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഗിത്താറാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 20 ലക്ഷം ഡോളറാണ് ഇതിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഹോങ്കോങ്ങിലാണ് ഇത് നിർമ്മിച്ചത്. മാളിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓരോ വർഷവും മാൾ സന്ദർശിക്കാൻ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ എത്താറുണ്ടെന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ദുബായ് മാളിൻ്റെ ഉൾവശത്തു കൂടി തന്നെ ബുർജ് ഖലീഫയുടെ അടിയിൽ എത്താവുന്നതാണ്. നാഷണൽ ഡേ സെലിബ്രേഷൻ അടുത്തെത്തിയതോടുകൂടി വലിയ തിരക്കാണ്. ബുർജ് ഖലീഫ കാണാനും ദുബായ് മാൾ കാണാനുമായുള്ള ആളുകളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുബായ് മാളിൻ്റെ അടിവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നാഷണൽ ഡേയുടെ ഭാഗമായി അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിട സമുച്ചയമാണ് ബുർജ് ഖലീഫ. ഒരുപാട് വിദേശികൾ എത്താറുണ്ട് ഓരോ വർഷവും ബുർജ് ഖലീഫ സന്ദർശിക്കുന്നതിനായി. മാളിനുള്ളിൽ കൂടെ തന്നെ ബുർജ് ഖലീഫയിൽ 124th ഫ്ലോർ വരെയുള്ള എൻട്രൻസ് നിശ്ചിത തുകയ്ക്കുള്ള ടിക്കറ്റോടുകൂടി അനുവദനീയമാണ്. ദുബായ് മാളിന് ചുറ്റും ഒട്ടനവധി ലക്ഷറി ഹോട്ടൽ സമുച്ചയങ്ങളുമുണ്ട്. ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ വിദേശികൾ ബുക്ക് ചെയ്യാറുള്ള പ്രധാന ഹോട്ടലുകളാണിവ. ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാനും അവ ആസ്വദിക്കാനും മറ്റുമായി. നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്ന മെയിൻ ഒരു സ്ഥലമാണ് ദുബായ് മാളും ബുർജ് ഖലീഫയും. ദുബായ് ഫൗണ്ടനാണ് ദുബായ് മാളിൻ്റെ താഴെയായി മുന്നിൽ കാണുന്നത്. മാളിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊറിയോഗ്രാഫ് ഫൗണ്ടൻ സിസ്റ്റമാണ്. ബുർജ് ഖലീഫയുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് ഫൗണ്ടൻ നഗരത്തിലെ ഏറ്റവും ആകർഷകമായ ആകർഷണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊറിയോഗ്രാഫ്ഡ് ഫൗണ്ടൻ സംവിധാനമാണിത്. ദുബായിലെത്തുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണിത്.
വളരെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടൻ സംവിധാനമാണിത്. വാട്ടർ മ്യൂസിക്കിനോടൊപ്പം തന്നെ ക്ലാസിക്കൽ അറബിക് മുതൽ സമകാലിക ആഗോള ഹിറ്റുകൾ വരെ വൈവിധ്യമാർന്ന സംഗീത ഫീച്ചർ ഇതിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട് എല്ലായ്പ്പോഴും. ഇതെല്ലാം തന്നെ ദുബായ് മാളിൻ്റെയും ബുർജ് ഖലീഫയുടെയും മാറ്റുകൂട്ടുന്നു. വാട്ടർ ഫൗണ്ടൻ കണ്ടതിന് ശേഷം തിരികെ ദുബായ് മാളിലേക്ക് തന്നെ തിരികെ പ്രവേശിച്ചു. ദുബായ് മാളിലെ ഉൾക്കാഴ്ചകളും ഇനി ദുബായ് മാളിലെ വെള്ളച്ചാട്ടം, ഹ്യൂമൻ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്ന ദുബായ് മാൾ വാട്ടർഫാൾസ് കാണാനാണ് മുകളിലേക്ക് പോകുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റുകളും ബ്രാൻഡഡ് ഷോപ്പുകളും വളരെ ഭംഗിയായാണ് നിലനിർത്തിയിരിക്കുന്നത്. ഓരോ മൊമെൻറ്റും നമ്മളെ അതിശയിപ്പിക്കും വിധം വളരെ ഭംഗിയായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുബായ് മാളിലെ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ദുബായ് മാളിൻ്റെ ഗ്രൗണ്ടിലും ഫസ്റ്റ് ഫ്ലോറുകളിലും സൂക്ക് ആട്രിയത്തിന് സമീപമാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മിക്ക ഷോപ്പിംഗ് ഡൈനിങ് ഏരിയകളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ഹ്യൂമൻ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു. ഇതൊരു വിഷ്വൽ വാസ്തുവിദ്യ ഹൈലൈറ്റായി വർത്തിക്കുന്ന അതിശയകരമായ ഒരു ഇൻഡോർ ആർട്ട് ഇൻസ്റ്റലേഷനാണ്. മുങ്ങൽ വിദഗ്ധരുടെ വെള്ളി ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഇത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു. വെള്ളച്ചാട്ടം 24 മീറ്റർ ഉയരമുള്ള 4 നിലകളിലായി പരന്നു കിടക്കുന്നു. മാളിനുള്ളിൽ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള കാഴ്ചകൾ അനുവദിക്കുന്നു. മാളിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഫോട്ടോ എടുക്കുവാനുള്ള വിനോദസഞ്ചാരികളുടെ തിരക്ക് എപ്പോഴും ഇതിൻ്റെ താഴ്ഭാഗത്തായി അനുഭവപ്പെടാറുണ്ട്. അതിനടുത്തായി ലോക നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു ഉന്നത ശ്രേണി കാണാനാകും. ചാനൽ, മോണ്ട് ബ്ലാങ്ക്, ഗൂച്ചി മുതലായ എല്ലാ ലോക നിലവാര ബ്രാൻഡുകളും ഇവിടെയുണ്ട്. എല്ലാത്തരം ബ്രാൻഡുകളും ദുബായ് മാളിനുള്ളിൽ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്കീയിങ്ങും ആൻഡ് സ്നോ ബോർഡിങ്ങും കാണാനായി പോയി. ദുബായ് മാളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡോർ സ്കീ റിസോർട്ടാണ് സ്കീ ദുബായ്. തുടക്കക്കാർക്കും വിപുലമായ സ്കീയർമാർക്കും അനുയോജ്യമായ ഇടം. ഇതിനുള്ളിൽ പ്രവേശനം പ്രത്യേകം ടിക്കറ്റ് ചാർജോട് കൂടിയ ആണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. സ്കീ ദുബായ് കണ്ട ശേഷം നേരെ അവിടെ നിന്നും ദുബായ് മാളിലുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള അക്വേറിയം കാണാനായി എത്തി. ദുബായ് മാളിൽ മനുഷ്യനിർമ്മിതമായ ലോകത്തെ ഏറ്റവും വലിയ ഒരു അക്വേറിയം നിലകൊള്ളുന്നു. വൈവിധ്യമാർന്ന ചെറുതും വലുതുമായ മത്സ്യജാലങ്ങൾ ഈ അക്വേറിയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ കണ്ണിന് കുളിർമയേകുന്നതും
അതിശയിപ്പിക്കുന്ന വിധമാണ് ഈ അക്വേറിയം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു കടലിൻ്റെ അടിയിൽ തന്നെയാണോ അടിത്തട്ടിലാണോ നിൽക്കുന്നതെന്ന് തോന്നും വിധം വൈവിധ്യമാർന്ന മത്സ്യജാലങ്ങൾ ഇതിനുള്ളിലുണ്ട്. അക്വേറിയത്തിനുള്ളിലൂടെ 48 മീറ്റർ നീളമുള്ള തുരങ്കമുണ്ട്. ജലലോകത്തിൻ്റെ 270 ഡിഗ്രി കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഇവ. പ്രത്യേകം നിരക്കോടുകൂടിയ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ തുരങ്കത്തിനുള്ളിലൂടെ പ്രവേശിക്കാവുന്നതാണ്. അക്വേറിയം കാഴ്ചകൾക്ക് ശേഷം ഡിന്നർ കഴിക്കാനായി 2ാം നിലയിലെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ദുബായ് മാളിൽ സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർട്ട് വൈവിധ്യമാർന്ന ഡൈനിങ് ഓപ്ഷനുകൾ നൽകുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ആണിവിടെ. ഏഷ്യൻ യൂറോപ്യൻ വിഭവങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ ജനപ്രിയ ബ്രാൻഡുകളും ഇവിടെയുണ്ട്. സൗദിയിലെ ഫേമസ് ബ്രാൻഡായ അൽബൈക്ക് ഇവിടെയുണ്ട്. അതിന് മുന്നിൽ എപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. മാളിൻ്റെ വലിപ്പം പോലെ തന്നെ ഫുഡ് കോർട്ടിൽ ഒരേ സമയം 10,000-ത്തിലധികം പേരെ ഉൾക്കൊള്ളാനാകും വിധം ആണ് അതിൻ്റെ നിർമ്മിതി. അതിനാൽ തന്നെ എപ്പോഴും ഫുഡ് കോർട്ടിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. മാളിനുള്ളിലും ഫുഡ് കോർട്ടിലുമായി 200-ലധികം ചെറുതും വലുതുമായ ഡൈനിങ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മാള് സന്ദർശിക്കാൻ എത്തുന്നവർക്ക് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
അന്താരാഷ്ട്ര പാചക രീതികൾ ഉണ്ട്. ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, ജപ്പാനീസ്, മിഡിൽ ഈസ്റ്റ് എന്നീ ഉയർന്ന നിലവാരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ മാളിനുള്ളിലുണ്ട്. ഉന്നത നിലവാരം നിലനിർത്തുന്നതിൽ എപ്പോഴും ദുബായ് മാൾ വളരെ മുൻപന്തിയിലാണ്. അതുതന്നെയായിരിക്കാം ഇത്രയും വിനോദസഞ്ചാരികളെ ഓരോ വർഷവും ആകർഷിക്കുന്നതിൻ്റെ മെയിൻ ഒരു ഘടകവും. എത്ര പ്രശംസിച്ചാലും മതിയാകില്ല ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും മെയിൻ്റനൻസ് സ്റ്റാഫിനെയും. അത്ര തന്നെ വൃത്തിയുണ്ട് മാളിനും പരിസരങ്ങൾക്കും. ഫുഡ് കോർട്ടായാലും എവിടെ നോക്കിയാലും ക്ലീനാണ്. വളരെ വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മാളാണ് ദുബായ് മാൾ. ദുബായ് മാളിലെ കാഴ്ചകൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നത്തെ കാഴ്ചകൾക്ക് വിരാമമിട്ട് ഞങ്ങൾക്ക് തിരികെ പോകാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.